ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഏതാണ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് ജേണൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ്, അതായത് ജേണൽ കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ലെഡ്ജർ, എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ബട്ട് ബിഫോർ മൂവിങ്, അതായത് നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ലെഡ്ജർ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ലെഡ്ജർ നിങ്ങളുടെ ടെക്സ്റ്റൈലിൽ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിൽ തന്നെ കുറച്ച് എന്താ പറയുക പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്നത് എ ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓർ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. The word ledger comes from the word legend. As stated above, ledgers contain the various accounts and show the final and actual effect of transaction. The ledgers are broadly classified into personal ledger and impersonal ledger. അതായത് ലെഡ്ജർ എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. നമ്മൾ അറിയാം, അതായത് നിങ്ങൾ കഴിഞ്ഞ +1 +2 ഒക്കെ പഠിച്ച ആളുകൾ, ദാറ്റ് മീൻസ് കൊമേഴ്സ് ആയിട്ട് പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം എന്താണ് ലെഡ്ജർ അല്ലെങ്കിൽ എന്താണ് ജേണൽ എന്നുള്ള കാര്യം. ഇത് 1 by 1 ആയിട്ട്, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒന്നാമത്തെ ലെഡ്ജർ, ഒന്നാമത്തെ ജേണൽ, രണ്ടാമത്തെ ലെഡ്ജർ, അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഈ കൊമേഴ്സ് സ്ട്രീം അല്ലാത്ത ആളുകൾക്കാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ജേണൽ എന്താണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് വേണ്ടത്, ലെഡ്ജറിലേക്ക് വരേണ്ടത്. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് മനസ്സിലാക്കുക, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാവുള്ളൂ. സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് മനസ്സിലാക്കാം. ഇത് ലെഗൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്ന കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരുപാട് അക്കൗണ്ട്സ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുക, അതായത് ഒരുപാട് അക്കൗണ്ട്സ് ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലെഡ്ജേഴ്സിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 2. അതായത് ഏതൊക്കെയാണ്, ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു പേഴ്സണൽ ലെഡ്ജർ ആൻഡ് ഇംപേഴ്സണൽ ലെഡ്ജർ. പേഴ്സണൽ ലെഡ്ജർ എന്താണ്, ഇംപേഴ്സണൽ ലെഡ്ജർ എന്താണെന്നുള്ള കാര്യം നമുക്ക് വഴിയെ നോക്കാം. അടുത്ത് ledger is a book which contains the classified record transactions. classified record നമ്മൾ ഓൾറെഡി ജേണലിൽ പഠിച്ചിട്ടുണ്ടാവും. ജേണൽ എന്താണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈങ് എന്നോട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ദാറ്റ് മീൻസ് ഓരോ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഒരേ ഓർഡറിലായിരിക്കണം. ദാറ്റ് മീൻസ് എന്നാണോ ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്നാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ആ ട്രാൻസാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഡേ ബൈ ഡേ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ജേണലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ജേണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഇത് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. ഈ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന അക്കൗണ്ട്സ് നമ്മൾ എന്തിലേക്ക് പോസ്റ്റ് ചെയ്യണം, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതാണ് ലെഡ്ജർ. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, ലെഡ്ജർ വി ബ്രിങ് ടുഗദർ ഓൾ സച്ച് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ആൻ അക്കൗണ്ട് ടു നോ അബൌട്ട് ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അതായത് അത് ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട്സ് കൂടിയിരിക്കുന്നു. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഒരുപാട് നടത്തുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ക്യാഷ് കൂടുകയാണോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ദർ വിൽ ഹാവ് ലോട്ട് ഓഫ് ചേഞ്ചസ് അല്ലേ. അതായത് ഇപ്പോൾ പർച്ചേസ് ചെയ്തു, സെയിലുണ്ടായി, അല്ലെങ്കിൽ സാലറി കൊടുത്തു, അല്ലെങ്കിൽ എന്താ പറയുക റെൻറ്റ് കൊടുത്തു, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് ആ ഒരു മന്തിൽ ഒരു പക്ഷേ ക്യാഷിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാം അല്ലേ. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ സെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ 50,000 രൂപയുടെ സെയിൽസ് ഉണ്ടായിരിക്കുന്നു. ഇതിന് പകരം 60,000 രൂപയോളം ചിലപ്പോൾ എക്സ്പെൻസ് വന്നിട്ടാവാം, ഒരു മാസത്തിൽ പർച്ചേസ് ചെയ്താവാം, സാലറി കൊടുത്താവാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നെറ്റ് ഇൻക്രീസ് ആണോ നെറ്റ് ഡിക്രീസ് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡ്ജർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, the transactions once recorded in journal is brought to the ledger. അതായത് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത് എവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജേണലിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ അടുത്തത് എവിടേക്ക് പോകുന്നു, ലെഡ്ജറിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഈ ലെഡ്ജറിലേക്ക് ഇത് മാറ്റുന്നതിന്, അല്ലെങ്കിൽ ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാര്യം, അല്ലെങ്കിൽ ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ലെഡ്ജറിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക, ലെഡ്ജർ ഈസ് കോൾഡ് ദ കിങ് ഓഫ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജറിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ എന്തായിട്ടാണ് പറയുന്നത്, കിങ് അല്ലെങ്കിൽ രാജാവായിട്ടാണ് കാണുന്നത്. കാര്യം ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് അദ്ദേഹം കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും അതെല്ലാം റെക്കോർഡ് ചെയ്യുക ജേണലിലാണ്. ഈ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ഓർഡറിലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഡേ ബൈ ഡേ എങ്ങനെയാണോ നടക്കുന്ന ആ ഡേ ബൈ ഡേ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ആ ഒരു മന്ത് എൻഡ് അവസാനിക്കുന്ന സമയത്ത് ഓരോ മാസത്തിലാണ് ജേണലിൽ പ്രിപ്പയർ ചെയ്യാം. ഈ മന്ത് എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മന്ത് എൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഈ ലെഡ്ജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനി ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ലെഡ്ജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് എന്താണ്, കിങ് ഓഫ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ജേണൽ എന്ന് പറയുന്നത് പ്രൈം എൻട്രി ആണ്. നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് പ്രൈം എൻട്രി ആണ്. അതിനുശേഷം വരുന്നതാണ് ഇത് ലെഡ്ജർ. Okay,